ക്രിസ്മസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ US വിപണിയുടെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. US വിപണിയെ സംബന്ധിച്ച് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് പ്രകാരം നവംബറിൽ എക്സ്പെൻഡിച്ചർ 1% കുറവ് രേഖപ്പെടുത്തിയത് US വിപണിയെ സംബന്ധിച്ച് വീണ്ടും ഒരു ഊർജ്ജം നൽകി എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. പണപ്പെരുപ്പത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഡാറ്റകളും ഇപ്പോൾ പണപ്പെരുപ്പം കുറയും എന്നതിന്റെ ഒരു സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അതിനാൽ തന്നെ അടുത്ത ഒരു വർഷം കൊണ്ട് റേറ്റ് കട്ട് സാധ്യത ഉണ്ട്, അത് മാർച്ചിൽ തന്നെ ഉണ്ടായേക്കാം എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ നിക്ഷേപകർക്കിടയിൽ കൂടുതൽ ബലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ S&P 500ന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 2017 ശേഷമുള്ള ഏറ്റവും ദീർഘമേറിയിട്ടുള്ളൊരു വീക്കിലി വിന്നിംഗ് സ്ട്രീക്ക് ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വാൾസ്ട്രീറ്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സാന്റാക്ലോസ് റാലിക്കാണ് ഇപ്പോൾ നിക്ഷേപകരൊക്കെ തന്നെ കാത്തിരിക്കുന്നത്. ഈ വർഷം S&P 500 ഡിസംബറിൽ മാത്രം 4% ഉയർന്നിട്ടുണ്ട്. 2023 ഇതുവരെയുള്ള S&P 500ന്റെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിലും 24% നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. US വിപണിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയും പ്രധാനമായിട്ടും ഈ ഒരു വീക്കിൽ പ്രത്യേകിച്ചും ഒരു സാന്റാക്ലോസ് റാലി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളൊരു വീക്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നമ്മൾ ഒക്ടോബറിന് ശേഷം നമ്മൾ ഇതുവരെ ചരിത്രത്തില് കാണാത്തൊരു മുന്നേറ്റമായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സ്, നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഈവൻ ഇൻ ദ കേസ് ഓഫ് ദ നിഫ്റ്റി 50 നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഡൗ ജോൺസ് ഇൻഡെക്സ് 37,641 പോയിന്റ് എത്തിയതിനു ശേഷം നമ്മളൊരു ചെറിയ തോതിൽ കറക്ഷൻ കണ്ടിരുന്നു, പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 37,650 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു റാലിയിൽ നമുക്ക് അഗൈൻ വി ക്യാൻ സീ മൊമെന്റം. എങ്കിലും ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒക്ടോബർ മാസത്തിന് ശേഷം അത്രയും ശക്തമായിട്ടുള്ള ഒരു റാലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വളരെ സൂക്ഷിച്ചു വേണം, ബിക്കോസ് ഏത് നിമിഷം വേണമെങ്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് മാർക്കറ്റിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് നേരിടാൻ ചാൻസസ് ഉണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുത്തുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ച 16,360 പോയിന്റ് ആയിരുന്നു അതിന്റെ പീക്ക് ലെവൽ. സോ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 16,400 പോയിന്റ്സ് ആയിരിക്കും. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമുക്കൊരു 250 മുതൽ 400 പോയിന്റ് നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കമോഡിറ്റി മാർക്കറ്റ്സിലേക്ക് വരുന്ന സമയത്ത് ക്രൂഡിനെ സംബന്ധിച്ച് അങ്കോള ഒപെക്കിൽ നിന്നും വേർപെടുന്നു എന്ന വാർത്തകൾക്ക് ശേഷം ഓയിൽ വലിയൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്കോള തങ്ങളുടെ ഉൽപ്പാദനം ഉയർത്തിയേക്കാം എന്നുള്ള കണക്കുകൂട്ടലുകൾ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ ബ്രന്റ് ക്രൂഡ് ബാരലിന് $73.56 സെറ്റിലായത്. എന്നാൽ ഈ ഹൂതികൾ അയച്ചുവിട്ടുള്ള ആക്രമണം സിയൂസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നും സപ്ലൈ കോസ്റ്റ് ഉയർത്തിയേക്കും എന്നുള്ള ആശങ്കകളും ബാക്കി വെക്കുന്നുണ്ട്. US നിന്നുള്ള ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനാൽ ക്രൂഡ് വിലയിൽ വളരെയധികം ചാഞ്ചാട്ടം നിലനിൽക്കാനുള്ള സാധ്യതകളാണ് ഒരുക്കുന്നത്. മുന്നോട്ടേക്ക് ക്രൂഡ് വിലയിലുള്ള സാറിന് ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സെപ്റ്റംബർ മാസത്തിന് ശേഷം നമ്മൾ തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ ക്രൂഡിൽ കാണുന്നത്. ക്രൂഡിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബെയറിഷ്. നമ്മൾ ക്രൂഡിന്റെ കേസിൽ ഇനി ആ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ ക്രൂഡ് 77 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല, ബട്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് $81. അതേസമയം ഈ ആഴ്ച നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിച്ച ക്രൂഡിന്റെ സപ്പോർട്ട് ലെവൽ $72.50. 72.50 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ക്രൂഡിന്റെ കേസിൽ $4 മുതൽ $5 ഇടിവ് എക്സ്പെക്ട് ചെയ്യാം. സ്വർണത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ട്രായ് ഔൺസിന് $2,000 മുകളിൽ തന്നെയാണ് കഴിഞ്ഞ വാരവും സ്വർണം വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർച്ച് 2024 ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം സ്വർണത്തെ സംബന്ധിച്ചൊരു ബുള്ളിഷ് ട്രെൻഡ് ഒരുക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. 2024 സ്വർണം എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തുമെന്നും ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. സ്വർണത്തെ സംബന്ധിച്ച് ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So സ്വർണത്തിന്റെ കേസിൽ the short and long term trend continues to be very very bullish. സ്വർണത്തിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ $285 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും $20 മുതൽ $30 നേട്ടം നമുക്ക് സ്വർണത്തിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ
$2025 ആയിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഡിസംബർ 22-ന് തുടർച്ചയായിട്ടുള്ള രണ്ടാം സെഷനിലും ഒരു നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 21,300 എന്നൊരു നില മറികടന്നാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സിനെ സംബന്ധിച്ച് 241 പോയിന്റോളം ഒരു നേട്ടമുണ്ടാക്കി. നിഫ്റ്റി 95 പോയിന്റ് ഉയർന്ന് 21,349.4 എന്നൊരു ലെവലിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ഒരു സെഷനിൽ പ്രധാനമായിട്ടും വിപ്രോ, HCL ടെക് പോലുള്ള IT ഓഹരികളായിരുന്നു ഏറ്റവും അധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു സെഷനിലായിരുന്നു ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്നെങ്കിൽ പോലും IT സൂചികയെ സംബന്ധിച്ചൊരു വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അത്ര തന്നെ ഒരു മികച്ചൊരു പ്രകടനമായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും ഓട്ടോ സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സ്, ഹീറോ മോട്ടോ മുതലായ ഓഹരികളൊക്കെ തന്നെ കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റിക്ക് വലിയൊരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ നേരത്തെ നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഹൈ ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ നിലവിൽ ഓൾ ടൈം ഹൈ ഇസ് 21,593. സോ ഒരു 21,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ വീണ്ടും നമുക്ക് 300 മുതൽ 400 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 21,900 പോയിന്റ് 20,900. സോ 20,900 to 21,600 ഇതായിരിക്കും നിഫ്റ്റി 50യുടെ ട്രേഡിംഗ് റേഞ്ച്. സൂചികകളിൽ ബാങ്കിംഗ് സൂചിക ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്കിംഗ് സൂചികയെ സംബന്ധിച്ച് 6% ഇടിയുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നത്. വീക്കിലി ബേസിസിൽ നോക്കുമ്പോഴും ഒരു ഇടിവ് സൂചികയിൽ പ്രകടമാണ്. എങ്കിലും ബാങ്കിംഗ് സൂചികയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് PSU ബാങ്കുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുന്നോട്ടേക്ക് ഇത്തരം ഓഹരികളെ സംബന്ധിച്ച് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും അസറ്റ് ക്വാളിറ്റിയിലെ കാര്യം നോക്കുകയാണെങ്കിലും വളരെയധികം ഇംപ്രൂവ്മെന്റ് ബാങ്കുകൾക്കൊക്കെ തന്നെ രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ROA നോക്കുകയാണെങ്കിലും ഒരു 1.1% മുതൽ 1.2% എന്നൊരു റേഞ്ചിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട്. ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ ഇനി ബാങ്കുകളെ സംബന്ധിച്ച് ലോൺ ഗ്രോത്തിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഗ്രോത്തിന്റെ ഒക്കെ തന്നെ കണക്കുകൾ വരാനിരിക്കുകയാണ്. ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ബാങ്കിങ് സൂചികയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So Priya Parna, the things are all absolutely correct. അതായത് ബാങ്കിന്റെ അസറ്റ് ക്വാളിറ്റി, ബാങ്കിന്റെ ബിസിനസ്, ഇതെല്ലാത്തിലും നമ്മൾ ഒത്തിരി വളർച്ച കാണുന്നുണ്ട്. ബട്ട് ഇൻവെസ്റ്റേഴ്സ് എന്താ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ പ്രൈസിലോട്ട് ഫാക്ടർ ഇൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഒക്ടോബർ മാസത്തിലെ അവസാനത്തോടു കൂടി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ലോവസ്റ്റ് ലെവൽ 42,100 പോയിന്റ് ആയിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഹയസ്റ്റ് ലെവൽ വാസ് എ ന്യൂ ഓൾ ടൈം ഹൈ 48,219 ലെവൽ. സോ ബാങ്കിങ് സ്റ്റോക്സിന്റെ ഒക്കെ വാല്യുവേഷൻ ലിറ്റിൽ ബിറ്റ് സ്ട്രെച്ച്ഡ് എങ്കിൽ പോലും ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് മുതലായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിലൊക്കെ വീണ്ടും നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട്. ബട്ട് വി ആർ ഗോട്ട് ടു ബി വെരി പ്രോ ആക്റ്റീവ്. കാര്യം നിഫ്റ്റി 50യുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഏത് നിമിഷവും നമുക്ക് ബാങ്കിങ് ഇൻഡെക്സിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 48,250 ആൻഡ് ആസ് എ സപ്പോർട്ട് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 46,900 പോയിന്റ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ കാര്യം നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ ഒരു ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 2% ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു ഓഹരിയാണ് GMR എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. ഭോഗപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റിനും ഒപ്പം തന്നെ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനുമായിട്ട് കമ്പനി NIIF-മായി കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 6.75 ബില്യൺ കോടി രൂപയുടെ ഒരു ഇടപാടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ മേഖലയിൽ
ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഈ വർഷം ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിലും അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ചും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് മേഖലകളിലെ ഇത്തരം കമ്പനികൾക്ക് മികച്ചൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഈ ഒരു ഓഹരി ഈ വർഷത്തിൽ ഏകദേശം 90% റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? സോ കഴിഞ്ഞ ആഴ്ച GMR എയർപോർട്ട് ഇൻഫ്ര 79 രൂപ 50 പൈസ എത്തിയതിനെ തുടർന്ന് വി ആർ സീയിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ആയതുകൊണ്ട് ഇതിന് വി മസ്റ്റ് റിമെമ്പർ ഇതിന് ഒത്തിരി കടങ്ങൾ ഉണ്ടാകും. ആൻഡ് അഗെയിൻ നിഫ്റ്റി 50 ഒരു കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ കറക്ഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നൗ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ഹയസ്റ്റ് ലെവൽ 79 രൂപ 50 പൈസ. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെവലിലായിരുന്നു നമ്മൾ 2009 ഇതേ ലെവലിൽ എത്തിയതിനു ശേഷമായിരുന്നു നമ്മൾ GMR ഇൻഫ്രയുടെ കേസിൽ ഒരു വലിയ ഇടിവം കറക്ഷൻ നേരിട്ടത്. സോ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ GMR ഇൻഫ്രയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിൽ ബി ബിറ്റ്വീൻ 80 ആൻഡ് 81. 80-81 രൂപയുടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് 5 മുതൽ 8 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഫെസ്റ്റീവ് സീസണോടനുബന്ധിച്ച് SBI കാർഡിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിൽ വലിയൊരു വർധനവാണ് രേഖപ്പെടുത്തിയത്. വാർഷികാടിസ്ഥാനത്തിൽ ഓൾമോസ്റ്റ് ഒരു 40% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസം ഏകദേശം 3400 കോടി രൂപയുടെ ഒരു സ്പെൻഡാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കമ്പനിയുടെ മുന്നോട്ടേക്കുള്ള പാദങ്ങളിലേക്ക് നോക്കുമ്പോൾ മാർജിനിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റ സാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ കണക്കുകളൊക്കെ തന്നെ ഉറപ്പു നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ടേക്കുള്ള കാർഡിന്റെ ഒരു ട്രെൻഡ്, ഈ SBI കാർഡ് എന്നുള്ള സ്റ്റോക്കിലുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാവാനുള്ള സാധ്യതയുണ്ട്? ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയായിരിക്കും? So unfortunately SBI card long and short term trend is bearish. എങ്കിൽ പോലും 720 രൂപയിൽ വളരെ ശക്തമായിട്ടൊരു ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പൊ പ്രിയ പറഞ്ഞതുപോലെ ഈ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡ് ആൻഡ് ബിസിനസ് വളരും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ സ്റ്റാർട്ട് കൺസിഡറിങ് എ ലോങ് പൊസിഷൻ. നമ്മൾ ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 790 രൂപ. 790 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അടുത്തൊരു മേജർ ടാർഗറ്റ് 830 രൂപയായിരിക്കും. ആൻഡ് ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ബിക്കം ബുള്ളിഷ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മൾട്ടി ബാഗർ റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണ് പോളിക്യാപ്. കഴിഞ്ഞ ദിവസം ഓഹരി 5% ഇടിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. കമ്പനിയുടെ ഇന്ത്യയിലെ തന്നെ 50 സ്ഥാപനങ്ങളിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു റെയ്ഡൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞൊരു മാസമായിട്ട് ഈ ഒരു ഓഹരിയുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം വാർത്തകളൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ഒരു ഇമ്പാക്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കാറുണ്ട്. പോളിക്യാബിനെ സംബന്ധിച്ച് ഈ ഒരു ഇടിവിനെ സർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിക്ഷേപകർക്ക് ഇപ്പോൾ തങ്ങളുടെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ ഈ ഒരു ഇടിവിനെ സംബന്ധിച്ച്? സോ പ്രിയ, പോളിക്യാബിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി വെരി സ്ട്രോങ്, വെരി വെരി ബുള്ളിഷ്. ആൻഡ് 2023 തുടക്കത്തിൽ സ്റ്റോക്കിന്റെ വില അറൌണ്ട് 2500 രൂപയ്ക്കായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് നമുക്ക് മോർ ദാൻ 100% റിട്ടേൺ നൽകി ഓൾമോസ്റ്റ് 5600 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടത്. അറ്റ് ദ മൊമെന്റ് വാല്യുവേഷൻസ് അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ ടു ബുക്ക് പ്രോഫിറ്റ്സ്. ഇതിൽ നമ്മൾ ഓൾറെഡി കൈവച്ച ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5190 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം ബെയറിഷ്. ലോജിസ്റ്റിക് മേഖലയിൽ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഓൾകോർഗോ തങ്ങളുടെ ഡീമർജിങ്ങുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. 416 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തിട്ടുള്ള ഗതി എന്ന കമ്പനിയെയാണ് ഇപ്പോൾ ഡീമർജ് ചെയ്യുന്നത്. മെർജിങ്ങിന് ശേഷം ആൾകാർഗോ ഗതി എന്ന പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. വിപണിയിൽ കഴിഞ്ഞ ദിവസം ആൾകാർഗോ 8% മുന്നേറ്റം രേഖപ്പെടുത്തി ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ. എന്നാൽ ആൾകാർഗോ ഗതിയെ സംബന്ധിച്ച് 13%-ഓളം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്.
ഉണ്ടായിരുന്നത്. ഈ രണ്ട് ഓഹരികളുടെയും കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിലും ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് ബ്രോഡായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നൽകിയത്. സോ ഇതൊരു സ്മോൾ ക്യാപ് തന്നെ നമ്മൾ കരുതണം. ആൻഡ് സ്റ്റോക്കില് ഒരു ലോ റിസ്ക് എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും 320 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിൽ ഒത്തിരി നമുക്ക് അപ്സൈഡ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഗട്ടിയുടെ കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി അഗൈൻ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സ്റ്റോക്കിന് 135 രൂപയിൽ നല്ല മികച്ചൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. വി ഹാവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് സി. ഇതിന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 150 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.